ജന്മം കൊണ്ട് ഹിന്ദു കുടുംബത്തിലായതുകൊണ്ട് ഹിന്ദുവായും, ജന്മം കൊണ്ട് ഇസ്ലാമിക കുടുംബത്തിലായതുകൊണ്ട് മുസ്ലിമായും, ജന്മം കൊണ്ട് ക്രൈസ്തവ കുടുംബത്തിലായതുകൊണ്ട് കുരിശു വരച്ചും നാം ജീവിക്കുന്നു എന്നതിൽ കവിഞ്ഞ് എപ്പോഴെങ്കിലും ലോകത്തിന്റെ പരമമായ സത്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറായിട്ടുണ്ടോ? സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ നോക്കൂ, ഒരാൾ വന്നിട്ട് നമ്മളോട് പറയും, എനിക്ക് കുറെ വേവലാതികളുണ്ട്, എന്റെ 5 പെൺകുട്ടികളുടെ വിവാഹം നടന്നിട്ടില്ല, ഞാൻ നിത്യരോഗിയാണ്, എന്റെ ഭാര്യയാണെങ്കിൽ ശയ്യാവലംബിയാണ്, എനിക്കൊരു ജോലിയില്ല, എന്റെ മക്കളാണെങ്കിൽ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കാൻ എനിക്ക് സാമ്പത്തികമായ കഴിവുകളില്ല, എന്റെ വേദനകൾ, എന്റെ ആകുലതകൾ എനിക്ക് പറയാൻ ഒരു ദൈവം വേണം. അപ്പോൾ മുസ്ലിങ്ങൾ പറയും, നിങ്ങൾ ഇന്ന ദർഗയിലെ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അദ്ദേഹം പറയും, ഞാനൊരു മുസ്ലിം അല്ല, നിങ്ങളുടെ ദൈവത്തെ, മുസ്ലിം ദൈവത്തെ ആരാധിക്കാൻ ഞാനൊരു മുസ്ലിം അല്ല. ഹൈന്ദവനെ അദ്ദേഹം സമീപിക്കും. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ അദ്ദേഹം പറയും, ഞാനൊരു ഹിന്ദുവല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദു ദൈവം പഥ്യമല്ല. ക്രിസ്ത്യാനി അദ്ദേഹത്തെ ക്ഷണിക്കും, ഞാനൊരു ക്രൈസ്തവനല്ല, ക്രൈസ്തവർ പഠിപ്പിക്കുന്ന ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും ഇക്കണ്ട മഹാപ്രപഞ്ചത്തെയും സൂര്യനെയും പൂങ്കാവനത്തിലെ പുഷ്പത്തെയും, ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കയെ, ആ ഭൂതിയങ്ങു പുനരങ്ങു നിന്റെ കിടപ്പിതോർത്താൽ എന്ന പൂങ്കാവനത്തിലെ പനനീറിനെ സൃഷ്ടിച്ച, കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തെ സൃഷ്ടിച്ച, ആഴിയുടെ അഗാധതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ സൃഷ്ടിച്ച, ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിൽ ഞാൻ ചോദിക്കാതെ പണമടക്കാതെ എനിക്ക് വായു നൽകിയ, എനിക്ക് യഥേഷ്ടം വെള്ളം നൽകിയ, എനിക്ക് ആവശ്യമായ വിഭവങ്ങളെ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ച ഒരു നാഥനെയാണ് ഞാൻ തേടുന്നത്. ബാല, നിന്റെ, ജോസഫേ, നിന്റെ, എന്റെ, നമ്മുടെ ആ മഹാദൈവത്തെ ഞാൻ തേടുന്നു. ആ ദൈവം